ഒരു കോർപ്പറേഷൻ്റെയൊക്കെ തലപ്പത്ത് ആര് വരണമെന്ന് അത് തന്നെ ആലോചിക്കണം. വന്നവരോട് വ്യക്തിപരം ഞാൻ വ്യക്തി ആക്ഷേപത്തിന് ഒരിക്കലും പോകാറില്ല. പക്ഷേ പ്രായവും പക്വത ഉള്ളവർ അനുഭവസ്ഥരും വേണം അതിന് മുകളിൽ വരാൻ. ഇത് കൊച്ചു പിള്ളേരെ പിടിച്ചിരുത്തിട്ട് വേറെ ആൾക്കാർ റിമോട്ട് കളിക്കുക. ഒരു വഴി പോകുന്നൊരു ബസ്സിൻ്റെ മുമ്പിൽ പോയി ആ ഭാര്യയും ഭർത്താവും കൂടി തടഞ്ഞിട്ട് അവർ മേയറാണ് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് MLA ആണ്, ഏതോ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞ ഉടനെ രാഷ്ട്രീയം പറയും. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. തെറ്റാരുടെ ഭാഗത്തറിയും. ഇന്നലെ കുറ്റപത്രത്തിൽ നിന്ന് രണ്ടുപേരുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നു. എന്ത് ന്യായമാണ്? ആ അന്യായത്തിൻ്റെ കൊടുമുടിയിലൂടെ പോവുക. ഇതിനകത്ത് കോർപ്പറേഷൻ ഇവർക്ക് തന്നെ നല്ലതുപോലെ അറിയാം. BJPക്കാണ് ഇവിടെ വോട്ട് കൂടുതൽ, BJPക്ക് ആൾക്കാർ ഇനിയും വോട്ട് ചെയ്യാൻ പോവാണ്, BJP ഭരണത്തിൽ വരുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ മണ്ഡലങ്ങൾ വെട്ടിമുറിക്കുന്നത്. BJP ഉറപ്പായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കുരിയാത്തി, മുട്ടത്ര, അതുപോലെ PTP നഗർ, ഇതെല്ലാം എന്തുകൊണ്ട് വെട്ടിമാറ്റി? ഏത് രാത്രി ജയിക്കുന്ന PTPയിൽ? അതൊന്ന്. മൂന്നിടത്തോട്ട് വെട്ടിമാറ്റി. രണ്ട്, പുതിയ പുതിയ മണ്ഡലങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനാണ് ഉണ്ടാക്കുന്നത് പഠിച്ചാൽ മനസ്സിലാവും. BJP ഒരു വാർഡ് ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലീഡ് ചെയ്ത ഭാഗത്തു നിന്നുള്ള വോട്ടുകളെ മാറ്റി പുതിയൊരു മണ്ഡലം ഉണ്ടാക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സംഭവിച്ചാൽ ഇതിന് മുമ്പ് 5 കൊല്ലം പുറകോട്ട് പോകാം. അതായത് 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഏകദേശം 10-13 മണ്ഡലങ്ങളിൽ 200 വോട്ടിനകത്ത് തോറ്റ സ്ഥലങ്ങളുണ്ട്, 100 വോട്ടിൽ തോറ്റുണ്ട്, 1 വോട്ടിന് കവടിയാറിൽ തോറ്റു.